ഊരുട്ടമ്പലം 1975 ഒന്നാം പള്ളിക്കൂട കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം ഒരുക്കി. പള്ളിക്കൂട കൂട്ടായ്മയുടെ ഭാഗമായ സർവീസിൽ നിന്ന് വിരമിച്ച സംഗീത അധ്യാപിക ഏലിയാമ്മ ടീച്ചറിനാണ് സുഹൃത്തുക്കൾ സ്നേഹാദരവ് നൽകിയത്. ഊരുട്ടമ്പലം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന അനിൽ അധ്യക്ഷത വഹിച്ചു. എം മഹേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. വർത്തമാന കാലഘട്ടത്തിലെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിലെ ഗാനഗോകുലമാണ് ഏലിയാമ്മ ടീച്ചർ. അവർ 22 വർഷക്കാലം വർക്കലയിലെ JBB സ്കൂളിൽ സംഗീത അധ്യാപിക ആയി സേവനമനുഷ്ഠിച്ചു. ധന്യമാണ് ആ ജീവിതം, ആ അധ്യാപന ജീവിതം. വളരെ ഉദാത്തമായ എടുത്തു പറയേണ്ട ഒന്ന് എന്ന് പറയുന്നത്, തൻ്റെ വിരമിക്കൽ ചടങ്ങിൽ താൻ സംഗീതം പഠിപ്പിച്ച് വളർത്തിയ വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ധന്യമായ ഒരു മുഹൂർത്തം സൃഷ്ടിക്കാൻ ടീച്ചറിന് കഴിഞ്ഞു എന്നത് ടീച്ചറിന്റെ അധ്യാപന രംഗത്തെ മികവ് തെളിയിക്കുന്ന ഒന്നാണ് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. മെയ് മാസം 31-ാം തീയതി സർവീസിൽ നിന്ന് വിരമിച്ച പ്രിയ കൂട്ടുകാരി ഏലിയാമ്മ ടീച്ചർക്ക് ഒന്നാം പള്ളിക്കൂടം നടത്തുന്ന ഈ വിടവാങ്ങൽ ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായി ഇരിക്കുന്നു എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. വളരെ സന്തോഷകരമായ ഒന്നാണ്. അതിനാൽ ഒരുപാട് സമയമുണ്ട്, കലാപരിപാടികളുണ്ട്, ഒരുപാട് സംഗീതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജ് വൈസ് പ്രിൻസിപ്പൽ കടക്കാവൂർ GS രാജേഷ് നാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. കർണാടക സംഗീതജ്ഞ ഉഷ വിശ്വനാഥ് മുഖ്യാതിഥിയായിരുന്നു. കലാരംഗത്തെ പ്രമുഖരായ ഉണ്ണിക്കണ്ണൻ, വീണ തുടങ്ങിയവരും പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു വളരെ സംസ്കാര സമ്പന്നമായ ഒരു നാടാണ്. കാരണം എനിക്കിവിടെ കുറച്ച് ബന്ധങ്ങളുണ്ട്. ശാസ്ത്രീയ സംഗീത കച്ചേരി രംഗത്ത് നിൽക്കുന്ന ഞാൻ, എനിക്കിവിടെ ഗുരുതുല്യരായ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ള നാടാണ്. ഞാനിവിടെ പ്രോഗ്രാമിന് ഒരുപാട് തവണ വന്നിട്ടുണ്ട്, ഇനിയും വരേണ്ടി വരും. അപ്പോൾ എനിക്കുള്ള ബന്ധങ്ങളിൽ ഉള്ള ഒരാളാണ് ആ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രൂസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ചുവന്ന ടീഷർട്ടിട്ട് പുറകിൽ ഇരിപ്പുണ്ട്. സംഗീത കോളേജിൽ 1-2 പരീക്ഷകളൊക്കെ പാസ്സായാൽ ഈ പറഞ്ഞ പോലെ ഏലിയാമ്മ ടീച്ചർ എനിക്ക് പോലൊരു സർവീസിൽ വരേണ്ട ഒരു പയ്യനാണ്. പിന്നെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് രാവിലെ വരുമ്പോൾ കാണുന്ന ഞെട്ടിക്കുന്ന കാഴ്ച, 2-3 വ്യക്തികൾ സ്റ്റേജ് ഒരുക്കുന്നു, വിളക്കൊരുക്കുന്നു, ഇവിടെ തൂക്കുന്നതിന് സഹായിക്കുന്നു. അന്വേഷിച്ചപ്പോൾ അതിലെ 2 പേര് റിട്ടയർഡ് SIമാരാണ് പോയത്. അപ്പോഴേ നല്ലൊരു ഉയരങ്ങ് പോയി. ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമല്ലെങ്കിൽ വേറെ ചില വശക്കേട് വന്നാലോ. പിന്നെ അടുത്തതായിട്ട് കണ്ടത്, വളരെ മനോഹരമായിട്ട് ആദ്യം ഒരാളുടെ പാടി, അത് അടുത്തൊരു റിട്ടയർഡ് SI ആണ് പോയത്. അപ്പോൾ മൊത്തം പാട്ടും കൊട്ടും മയമുള്ള ആൾക്കാരാണ് ഈ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരാണ്. സംഗീത കോളേജിൽ ഗാനകൃഷ്ണനായിരുന്നു. ഞാനും അതേ കോളേജിൽ തന്നെ, പക്ഷേ എന്തെങ്കിലാണ് പ്രവീണ ദാസായത്. ടീച്ചർ ധാരാളം പാട്ടുകൾ കേട്ടിട്ടുണ്ട്. വർക്കല സ്കൂളിൽ പഠിപ്പിക്കുന്നതായി ഞാൻ അറിഞ്ഞു. ഞങ്ങളുടെ മ്യൂസിക് അക്കാദമിയിലുള്ള വേറൊരു പ്രഗത്ഭനായ ഒരു ഗായകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. രാജീവ് മാഷാണ്. സാറെ പരിചയപ്പെടുത്തുന്നു, നന്നായിട്ട് പാട്ട് പാടും. അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയും എല്ലാ കാര്യങ്ങളും രാജീവ് സാറും വിരമിക്കുന്നതാണ് ചെയ്യുന്നത്. എനിക്ക് ആദ്യം സംഗീതം പഠിപ്പിച്ച എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛനും അമ്മയും. അമ്മ നന്നായിട്ട് പാടും, ഹാർമോണിയം വായിക്കും. അച്ഛനാണെങ്കിൽ ഓടക്കുഴ വാദനയായിരുന്നു. അന്ന് സാധകം ചെയ്തില്ലെങ്കിൽ വീട്ടിൽ ഒത്താഴം കിട്ടുന്നു, സന്ധ്യാനാമം പറഞ്ഞില്ലെങ്കിൽ ഒത്താഴം തരില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലം. ഇപ്പം അങ്ങനെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലല്ലോ. ജ്യോതിപ്രകാശ്, സിറാജുദ്ദീൻ, ആശ, AK സജീവ്, P അനിൽകുമാർ, സുരേഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.